സോവിയറ്റ് യൂണിയനും US-ഉം അതിൻ്റെ പ്രതാപകാലത്ത് ആണവ യുദ്ധത്തിനൊരുങ്ങിയത് ആരും മറന്നിട്ടില്ല. ക്യൂബയെ ചൊല്ലിയുള്ള ആണവ പ്രതിസന്ധി ഇരു രാജ്യങ്ങളും ഉണ്ടാക്കി. ക്യൂബയിൽ സോവിയറ്റ് ആണവായുധങ്ങളെത്തി. അമേരിക്ക ക്യൂബയ്ക്ക് നേരെ ആണവായുധം പ്രയോഗിക്കാൻ തയ്യാറായി. ഒടുവിൽ സോവിയറ്റ് യൂണിയൻ ആണവായുധങ്ങൾ പിൻവലിച്ചതോടെ ആണവ പ്രതിസന്ധി, ലോകം ഒരു യുദ്ധത്തിൻ്റെ പ്രതിസന്ധിയിൽ നിന്ന് മുക്തമായി. ഇപ്പോൾ തലയ്ക്ക് വെളിവില്ലാത്ത ട്രംപ് വീണ്ടും ലോകത്തെ യുദ്ധത്തിലേക്ക് നയിക്കുന്നു. റഷ്യയും അമേരിക്കയും മുഖാമുഖം നിൽക്കുന്നു. ട്രംപ് 2 ആണവ അന്തർവാഹിനികൾ റഷ്യയുടെ തീരത്തേക്ക് അയച്ചതിന് തിരിച്ചടിയായി പുടിൻ 4 ആണവ ബോംബർ വിമാനങ്ങൾ യൂറോപ്പിലേക്ക് മാറ്റി. മാത്രമല്ല, ഫിൻലൻഡിന് സമീപം, നാറ്റോ രാജ്യമായ ഫിൻലൻഡിന് സമീപം റഷ്യൻ ആണവ അന്തർവാഹിനി സ്ഥാപിക്കുകയും ചെയ്തു. ഫിൻലൻഡിന് സമീപം റഷ്യയുടെ ആണവ അന്തർവാഹിനി എത്തിക്കഴിഞ്ഞു. ഉക്രൈൻ കഴിഞ്ഞാൽ റഷ്യ ഫിൻലൻഡിനെ ആക്രമിക്കുമെന്ന സൂചനകൾ ശക്തമായിരിക്കെയാണ് ഫിൻലൻഡിന് സമീപം ആണവ അന്തർവാഹിനി എത്തിയിരിക്കുന്നത്. റഷ്യ യൂറോപ്പിലേക്ക് അയച്ച 4 ആണവ ബോംബർ വിമാനങ്ങൾ വളരെ മാരകമായ വിമാനങ്ങളാണ്. ഇവയിൽ ആണവ മിസൈലുകൾ നിറച്ചിട്ടുണ്ടെന്നും ആസന്നമായ ഒരു വലിയ യുദ്ധത്തിൻ്റെ സാധ്യതകളാണ് ഉരുത്തിരിഞ്ഞ് വരുന്നതെന്നും പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പുടിൻ്റെ ഏറ്റവും വിശ്വസ്തനായ മുൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവിൻ്റെ ഭീഷണിയുടെ അടിസ്ഥാനത്തിലാണ് ട്രംപ് ആണവ അന്തർവാഹിനികൾ റഷ്യയുടെ സമീപത്തേക്ക് നീക്കാൻ ഉത്തരവിട്ടത്. ഇതിന് പിന്നാലെയാണ് റഷ്യ ചടുലമായ നീക്കം നടത്തിയത്. അതിനിടെ റഷ്യയും ചൈനയും തമ്മിൽ സംയുക്ത നാവിക അഭ്യാസം ആരംഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം അമേരിക്കയ്ക്ക് തിരിച്ചടിയാണ്. ട്രംപ് പലതും ചെയ്യുന്നു. ട്രംപ് പല രാജ്യങ്ങളുടെയും അവകാശങ്ങൾക്ക് മേൽ കൈകടത്തുന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം താനാണ് അവസാനിപ്പിച്ചതെന്നും 4 ജെറ്റ് വിമാനങ്ങൾ തങ്ങൾ വെടിവെച്ചിട്ടെന്നും ഒക്കെ ട്രംപ് വീരവാദം മുഴക്കി. അങ്ങനെ ലോകത്തിൻ്റെ പോലീസാകാൻ ട്രംപ് ശ്രമിക്കുന്നതിനിടയിലാണ് റഷ്യയോട് പോയങ്ങ് കളിച്ചത്. ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ട്രംപ് റഷ്യയോട് ആവശ്യപ്പെട്ടിരുന്നു. അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ സാമ്പത്തിക ഉപരോധം അടക്കമുള്ള ഭീഷണികൾ ട്രംപ് മുഴക്കിയിരുന്നു. എന്നാൽ ഉക്രൈന് നേർക്ക് റഷ്യ ആക്രമണം ശക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പുടിൻ്റെ വിശ്വസ്തനായ മുൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവിൻ്റെ വാക്കുകളെല്ലാം അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ട്രംപ് ആണവ അന്തർവാഹിനികൾ റഷ്യയിലേക്ക് അയച്ചതിന് കാരണമായി തീർന്നത്. അതിന് അതിവേഗത്തിൽ തന്നെ റഷ്യ തിരിച്ചടിച്ചു. ഫിൻലൻഡിന് സമീപം റഷ്യയുടെ ആണവ അന്തർവാഹിനി എത്തി. യൂറോപ്പിലേക്ക് 4 ആണവ ബോംബർ വിമാനങ്ങൾ മാറ്റി. ഇവയിൽ ആണവ മിസൈലുകൾ നിറച്ചിട്ടുണ്ട്. അതിനിടെയാണ് ചൈനയും റഷ്യയും തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസം തുടങ്ങിയത്. ദിമിത്രി മെദ്വദേവിൻ്റെ പ്രസ്താവന ശ്രദ്ധേയമായിരുന്നു. റഷ്യയുടെ ആണവായുധം എത്രമാത്രം അപകടകരമാണെന്ന് ട്രംപ് ഓർക്കണമെന്നായിരുന്നു മെദ്വദേവിൻ്റെ പ്രസ്താവന. റഷ്യ ഇസ്രായേലോ ഇറാനോ അല്ല. ട്രംപിൻ്റെ ഓരോ ഭീഷണിയും യുദ്ധത്തിലേക്കുള്ള ചുവടുവെപ്പ് ആയിരിക്കുമെന്ന് മെദ്വദേവ് എക്സിൽ കുറിച്ചു. ഇതാണ് ട്രംപിനെ ക്ഷുഭിതനാക്കി മാറ്റിയത്. ഇതേ തുടർന്നാണ് ട്രംപ് ആണവ അന്തർവാഹിനികൾ റഷ്യയുടെ തീരത്തേക്ക് അയച്ചത്. അതിന് തിരിച്ചടി അതേപോലെ നൽകിയിരിക്കുന്നു പുടിൻ. ഫിൻലൻഡിനെ റഷ്യ ആക്രമിക്കാനുള്ള സാധ്യതകൾ നാറ്റോ കാണുന്നു. ഉക്രൈൻ ദൗത്യം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഫിൻലൻഡ് റഷ്യ പിടിച്ചെടുക്കും. ഇത് നാറ്റോ രാജ്യങ്ങൾക്ക് വലിയ ക്ഷീണമാണ്. അതുകൊണ്ടാണ് അവർ അന്തം വിട്ട് ഉക്രൈനെ സഹായിക്കുന്നത്. പക്ഷേ ഉക്രൈന് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല റഷ്യയ്ക്ക് മേൽ.
ക്രൈമിയ അടക്കമുള്ള പ്രദേശങ്ങളൊക്കെ റഷ്യ പിടിച്ചെടുത്തു കഴിഞ്ഞു. കീവ് മാത്രമാണ് ഇനി വീഴാനുള്ളത്. അതിനിടെ 2 ദിവസം മുമ്പ് റഷ്യ നടത്തിയ ആക്രമണത്തിൽ 13 ഉക്രൈൻകാർ കൊല്ലപ്പെട്ടു. അതിൽ ഒരു പിഞ്ചു കുഞ്ഞും മരണത്തിന് ഇരയായി എന്ന വാർത്ത പുറത്തു വരുന്നു. എന്തായാലും ട്രംപ് യുദ്ധം വിളിച്ച് വരുത്തിയിരിക്കുകയാണ്. മുമ്പ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ലോകം ശ്വാസമടക്കി പിടിച്ചിരുന്നു. ആണവശക്തിയുള്ള 2 രാജ്യങ്ങൾ, സോവിയറ്റ് യൂണിയനും അമേരിക്കയും മുഖാമുഖം ഏറ്റുമുട്ടാൻ തയ്യാറായി നിന്നു. ഒടുവിൽ സോവിയറ്റ് യൂണിയൻ പിൻവാങ്ങിയപ്പോൾ ആ ശീതയുദ്ധം അവസാനിച്ചു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യ കരുത്തു നേടാൻ ശ്രമിക്കുകയാണ്. പുടിന്റെ നീക്കം അതാണ്, വീണ്ടും ഒരു സോവിയറ്റ് യൂണിയൻ സ്ഥാപിക്കുക. അതിനുവേണ്ടിയാണ് പുടിൻ ഉക്രൈനെ ആക്രമിച്ചത്, ഫിൻലൻഡിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത്. ഇതൊക്കെ അമേരിക്കയെ വിറളി പിടിപ്പിക്കുന്നു. ഉക്രൈന് നാറ്റോ രാജ്യങ്ങൾ ഒന്നടങ്കം സഹായം നൽകിയിട്ടും റഷ്യയ്ക്ക് മേൽ ഒന്നും ചെയ്യാൻ അവർക്ക് സാധിക്കാത്തത് റഷ്യയുടെ സൈനിക കരുത്തിൻ്റെ തെളിവാണ്. 10 ലക്ഷത്തോളം റഷ്യൻ സൈനികർക്ക് പരിക്കേറ്റു എന്നൊക്കെ അമേരിക്കൻ മാധ്യമങ്ങൾ എഴുതിവിടുന്നുണ്ടെങ്കിലും ഉക്രൈനിൽ യുദ്ധം നടത്തുന്നത് റഷ്യൻ സൈനികരല്ല, വാഗ്നർ സേനയാണ്. പുടിന്റെ കൂലിപ്പട്ടാളമായ വാഗ്നർ സേനയാണ്. റഷ്യൻ സൈനികർ കുറച്ചു മാത്രമേ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുള്ളൂ. വാഗ്നർ സേനയുടെ വിളയാട്ടമാണ് ഉക്രൈനിൽ നടക്കുന്നത്. മാത്രമല്ല, ഉത്തര കൊറിയൻ സൈനികരും റഷ്യയ്ക്കൊപ്പം ചേർന്ന് ഉക്രൈനെതിരെ യുദ്ധം ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിനെല്ലാം ഇടയിലാണ് ട്രംപ് ആണവ അന്തർവാഹിനികൾ റഷ്യയിലേക്ക് അയച്ച് പ്രകോപനം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ 2 ആണവ അന്തർവാഹിനികളാണ് റഷ്യയിലേക്ക് അയച്ചതെന്ന് ട്രംപ് പ്രസ്താവിച്ചു. അതിനു പകരം 4 ആണവ ബോംബർ വിമാനങ്ങൾ യൂറോപ്പിലേക്ക് മാറ്റി റഷ്യ തിരിച്ചടിച്ചു. മാത്രമല്ല, ഫിൻലൻഡിന് സമീപം റഷ്യയുടെ അത്യന്താധുനിക ആണവ അന്തർവാഹിനി എത്തുകയും ചെയ്തു. അങ്ങനെ അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ, ഒരു നീക്കത്തിന് 2 നീക്കം എന്ന രീതിയിൽ റഷ്യ മുന്നോട്ട് പോകുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യമാണ് റഷ്യ. അവരെ പെട്ടെന്ന് പ്രകോപിപ്പിച്ചാൽ അവർ എന്തും ചെയ്യാൻ മടിക്കില്ല. പ്രത്യേകിച്ചും പുടിന്റെ സ്വഭാവം അതാണ്. പുടിൻ തികച്ചും ഏകാധിപതിയാണ്. പുടിനെ നോവിച്ചാൽ അയാൾ തിരിച്ച് ഇരട്ടി ശക്തിയിൽ നോവിക്കും. പുടിനെ കയറി ചൊറിഞ്ഞാൽ അയാൾ മാന്തും. അതാണ് അയാളുടെ പ്രത്യേകത. പുടിന്റെ വലം കൈയായ ദിമിത്രി മെദ്വദേവിന്റെ വാക്കുകൾ അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമായി മാറിയിരുന്നു. അതിൽ നിന്നും മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് ട്രംപ് ഈ തീക്കളിക്ക് മുതിർന്നത്. എന്തായാലും ട്രംപിന്റെ 2 ആണവ അന്തർവാഹിനികൾക്ക് പകരം 4 ആണവ ബോംബർ വിമാനങ്ങൾ യൂറോപ്പിലേക്ക് മാറ്റി റഷ്യ ഇപ്പോഴും റഷ്യ തന്നെയെന്ന് തെളിയിച്ചിരിക്കുന്നു പുടിൻ.